ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ട് വെച്ചാൽ ജപ്പാനും ഇന്ത്യയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. വളരെയധികം, അതായത് വളരെ ഡീപ്പ് റൂട്ടിലുള്ള ബന്ധമുണ്ട്. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളുക. ജപ്പാൻ ഓൾറെഡി തന്നെ ഇന്ത്യക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അവർ 2025 ഫസ്റ്റ് ക്വാർട്ടറിൽ കർണാടകയിൽ ഒരു എക്സിബിഷനിൽ വിസിറ്റ് ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ ജപ്പാന്റെ റെപ്രസെന്റേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. ജപ്പാൻ കമ്പനികളും ജപ്പാന്റെ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ഇന്ത്യക്കുള്ളിലുണ്ട്. ഒരുപാട് പേർക്ക് അറിയാലോ. മാരുതി സുസുക്കി, അത് മാരുതി ഇന്ത്യൻ കമ്പനി ആണെങ്കിലും സുസുക്കി എന്ന് പറയുന്നത് ജാപ്പനീസ് കമ്പനിയാണ്. അവർക്ക് ഇപ്പോഴും ഇന്ത്യക്കുള്ളിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതുപോലെ തന്നെ മുംബൈ അഹമ്മദാബാദ് ഒരു ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ജപ്പാൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഏതാണ്ട് $68 ബില്യൺ വരുന്ന 10 വർഷം കൊണ്ട് 10 ട്രില്യൺ ജാപ്പനീസ് യുവാൻ നിക്ഷേപിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തേക്ക് 1 ട്രില്യൺ ആണ് ഉദ്ദേശിക്കുന്നത്. ട്രില്യൺ ആണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ കണക്കൂട്ടുമ്പോഴത്തേക്കും $68 ബില്യൺ. അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഈ ഒരു അനൗൺസ്മെന്റ്, ഈ ഒരു പ്രഖ്യാപനം വളരെ ടോപ്പ് ലൈനിൽ ഹെഡ് ചെയ്യും 28-ാം തീയതി, ഓഗസ്റ്റ് 28-ാം തീയതി. ഇത് ഹെഡ്ലൈൻസിൽ വരാൻ പോകുന്ന വാർത്തയാണ്. ഇന്ത്യക്കുള്ളിൽ ഭീമമായ ഇൻവെസ്റ്റ്മെന്റ് ജപ്പാൻ നടത്തും എന്ന് പ്രഖ്യാപിക്കും. അതാണ് നമ്മൾ എയിം ചെയ്യുന്നത്. അതായത് യുഎസിന്റെ താരിഫ് എന്ന് പറഞ്ഞ ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മളുടെ സുഹൃത്ത് രാജ്യങ്ങളെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? അമേരിക്കയ്ക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. അതാണ് ലക്ഷ്യം. അല്ലാതെ നമ്മൾ ജപ്പാന്റെ കാല് പിടിച്ച് അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇടയിൽ നിങ്ങൾ ഒന്ന് മീഡിയേഷൻ ചെയ്യണേ എന്ന് ചോദിക്കാനല്ല പോകുന്നത്. അങ്ങനെ ആരും ചോദിക്കത്തില്ല. ഇന്ത്യക്ക് ഒരു തേർഡ് പാർട്ടി രാജ്യത്തിനെ വെച്ചുകൊണ്ട് മീഡിയേഷൻ ചെയ്യുന്ന പരിപാടി ഇല്ല. ആ പരിപാടി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ട്രംപിനെ തന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു യുദ്ധത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജപ്പാന്റെ അടുത്ത് പോയിട്ട് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ മീഡിയേഷൻ വരണം എന്ന് നമ്മൾ പറയും. അത്രേ. ഇങ്ങനെയൊന്നും എവിടെയും പറയത്തില്ല നമ്മൾ. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളുക. ബേസിക് ജിയോ പൊളിറ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അങ്ങനെ ജപ്പാന്റെ അടുത്ത് പോയി പറയത്തില്ല. ഒരു രാജ്യത്തിനടുത്തും ഒരു രാജ്യം അങ്ങനെ പോയി പറയത്തില്ല. അങ്ങനെ അത് നമുക്ക് നാണക്കേടാണ്. നമ്മൾ ബോൾഡ് ആണെന്നുള്ളത്, നമ്മൾ ബോൾഡ് ഇനഫ് ആണെന്നുള്ളത് അറിയിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് 2022 മുതലേ നമ്മൾ ജപ്പാനുമായിട്ട് പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ തുടർച്ചയാണ് ഈ മീറ്റിംഗ്. പിന്നെ ഈ മീറ്റിംഗ് എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ജപ്പാനുമായിട്ട് നടത്തുന്നത് പറഞ്ഞാൽ അവിടെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസ് വേറെ ഒന്നുമില്ല. ജപ്പാൻ നമ്മൾ ക്വാഡ് സഖ്യത്തിൽ മെമ്പർ ആണെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഈ രീതിയിലുള്ള പ്രോജക്റ്റുകൾ. ഏത് പ്രോജക്റ്റുകൾ? ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ പ്രോജക്റ്റുകൾ എന്നുള്ളത്. അപ്പം ഞാൻ ചൈനയ്ക്ക് പോകുന്നത് ഒരു ടാക്ടിക്കൽ മൂവ് ആണ്. അതായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ളത് ടാക്ടിക്കൽ മൂവ് ആണ് കേട്ടോ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ടാക്ടിക്കൽ, സ്ട്രാറ്റജിക്, 2 ബന്ധങ്ങളുണ്ട്. ടാക്ടിക്കൽ മൂവ് എന്ന് പറഞ്ഞാൽ താൽക്കാലികം, ടെമ്പററി. സ്ട്രാറ്റജിക് എന്ന് പറഞ്ഞാൽ ലോങ് ടേം. ജപ്പാനുമായിട്ട് നമുക്കുള്ളത് സ്ട്രാറ്റജിക്കലാണ്, അതൊരു ടാക്ടിക്കൽ അല്ല. ഈ വിഷയം ജപ്പാനെ സ്ട്രെസ് ചെയ്ത് ധരിപ്പിക്കാനാണ് ഇന്ത്യ ചൈനയ്ക്ക് പോകുന്നതിന് മുമ്പേ ജപ്പാന് പോകുന്നത്. കാരണം ഇന്ത്യ പറയുകയാണ് മെസ്സേജ്, ജപ്പാൻ ചൈനയെക്കാളും നമുക്ക് വലുതാണ് എന്നുള്ള ഒരു മെസ്സേജാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഇതാണ് സിംബോളിക്കലി, ഡിപ്ലോമാറ്റിക്കലി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്. അതിലൂടെ അമേരിക്ക ഇടപെട്ടാലും ഇല്ലെങ്കിലും, ക്വാഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യ ജപ്പാന്റെ സൈഡിൽ നിൽക്കും എന്നാണ് ഇന്ത്യ പറയുന്ന മെസ്സേജ്. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനി അമേരിക്കയ്ക്കെതിരെ ഇതേ ഏഷ്യൻ രാജ്യങ്ങളുടെ ഇടയിൽ ഇൻക്ലൂഡിങ് ഓസ്ട്രേലിയ ഉൾപ്പെടെ ഫെഡപ്പാണ് അമേരിക്കയ്ക്കെതിരെ. ഇത്രയും സുഹൃത്തു രാജ്യമായിട്ടുള്ള ഓസ്ട്രേലിയ, 5 ഐസ് ഗ്രൂപ്പിൽ വരെ ഉള്ള ഓസ്ട്രേലിയക്ക് വരെ താരിഫ് അടിച്ചു കൊടുത്തു. അതിൽ ഓസ്ട്രേലിയക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ഓസ്ട്രേലിയ ഹ്യൂമിലിയേറ്റഡ് ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അമേരിക്കയ്ക്ക് വേണ്ടി എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഓസ്ട്രേലിയക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് തന്നെ ഈ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ക് ഫയർ എന്ന് തന്നെ പറയാം. ആ രീതിയിലാണ് ഓസ്ട്രേലിയ കരുതുന്നത്. ഓസ്ട്രേലിയ, സിംഗപ്പൂർ, ഫിലിപ്പൈൻസ്, സൗത്ത് കൊറിയയുടെ പ്രസിഡന്റിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇടയിൽ നല്ല രീതിയിലുള്ള വാക്ക് പോരാണ് ഉണ്ടായത് വൈറ്റ് ഹൗസിൽ വെച്ചിട്ട്. അത് എത്ര പേര് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തർക്കമായിരുന്നു. കാരണം ഈ ഒരു നെഗോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചൊല്ലി തന്നെ. അപ്പം ഈ രാജ്യങ്ങൾക്കൊക്കെ അമേരിക്ക ഭയങ്കര സ്നേഹമാണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇവരെല്ലാം തന്നെ അമേരിക്ക ഇല്ലെങ്കിലും ഏഷ്യൻ സൈഡിൽ ഇന്ത്യയുമായിട്ട് ഒരു ചങ്ങാത്തം വെച്ച് അവരുടെ മാരിടൈം സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് മുന്നോട്ട് നീക്കുന്നത്. ഇതാദ്യം മനസ്സിലാക്കുക. ഇന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഏഷ്യൻ സൈഡിലാണ്. മാർക്കറ്റ് ഈ സൈഡിലാണ്. ഈ അമേരിക്കയിൽ എന്ത് വേണേലും ഉണ്ടാക്കിക്കോ, എന്ത് തേങ്ങ വേണേലും നീ നിർമ്മിച്ചോ, പക്ഷെ അത് എവിടെ കൊണ്ട് വിൽക്കും? ഈ അമേരിക്കയുടെ ഉള്ളിൽ മാത്രം വിറ്റാൽ മതിയെങ്കിൽ അവിടെ തന്നെ ഇരുന്നു. അതാണ് ഇപ്പം മറ്റുള്ള രാജ്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. എല്ലാ കാലവും നമ്മളിപ്പോൾ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണോ എന്നാണ് മറ്റുള്ള രാജ്യങ്ങൾ ചിന്തിക്കുന്നത്. ജപ്പാന് താല്പര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ ഓട്ടോമോട്ടീവ് ആൻഡ് ഗ്രീൻ എനർജി, ഇത് ജപ്പാന് താല്പര്യമുള്ള മേഖലയാണ്.
ഇനിയിപ്പോൾ അതിനകത്ത് ജപ്പാൻ എന്താണ് ഇവിടെ ഇന്ത്യക്കുള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സുസുക്കി, അത് മാരുതി സുസുക്കി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, പക്ഷേ സുസുക്കി കമ്മിറ്റിംഗ് $8 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഓൾറെഡി കമ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് 70,000 കോടി നെക്സ്റ്റ് 5 to 6 ഇയേഴ്സ്, അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ ഒരു നിക്ഷേപം അവർ ചെയ്തിരിക്കും. ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് EV പ്രൊഡക്ഷൻ. നമ്മൾ ഇപ്പോൾ അമേരിക്കയിൽ നിങ്ങൾ നോക്കൂ, ടെസ്ല, ചൈനയിൽ നിങ്ങൾ നോക്കൂ, BYD, ഇതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ നമ്മൾ ലോ കോസ്റ്റ് EV കാർ നിർമ്മിച്ച് 100 രാജ്യങ്ങൾ, മെയിനായിട്ട് ആഫ്രിക്കൻ റീജിയൻ, അതേപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ റീജിയൻ, ഈ 2 ഏരിയകളിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതായത് $30,000-$35,000 മുടക്കി മേടിക്കുന്നതിന് പകരം വളരെ ചെറിയ പൈസയ്ക്ക് നമ്മൾ EV കാർ സപ്ലൈ ചെയ്യും. അതിനാണ് ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത്. ഇന്ത്യയുടെ അപ്കമിങ് പ്ലാൻ ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലുപരിയായിട്ട് നമ്മൾ ബാറ്ററി നിർമ്മാണം അതിലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ജപ്പാൻ അതിനും കൂടിയാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. ഇവിടെ ഹൈബ്രിഡ് സെൽ ഇലക്ട്രോഡ്സ് ഇത് നമ്മൾ നിർമ്മിക്കും. അപ്പം അതിന് നമ്മൾ കൂട്ടുപിടിച്ചിരിക്കുന്ന കമ്പനി തോഷിബയാണ്. തോഷിബ ആൻഡ് ഡെൻസോ, ഈ കമ്പനിയാണ് ഇന്ത്യക്കുള്ളിൽ ആ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടി തയ്യാറായിരിക്കുന്നത്. പിന്നെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ്. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസിൽ ജപ്പാന്റെ റോൾ എന്താണെന്നുള്ളത് നോക്കൂ. സുമിറ്റോമ മിറ്റ്സുയി ബാങ്കിങ് കോർപ്പറേഷൻ, ഇതൊരു ജാപ്പനീസ് ബാങ്കാണ്. SMBC എന്ന് ഷോർട്ടായിട്ട് വിളിക്കാം. 25% സ്റ്റോക്ക് എവിടെയാണ്? യെസ് ബാങ്കിൽ സ്വന്തമാക്കാൻ RBIയുടെ അപ്രൂവൽ ഓൾറെഡി കൊടുത്തിരിക്കുകയാണ്. 25%. ഇത് അവർ 20% ആയിട്ട്, അതായത് യെസ് ബാങ്ക് ഇതിന് മുമ്പ് 20%-നാണ് അപ്രൂവൽ കൊടുത്തിരുന്നത്. അപ്പോൾ അവിടെ അവർക്ക് 20% അല്ല, ഞങ്ങൾക്ക് 25% വേണം എന്നാണ് ജപ്പാന്റെ സൈഡിലുള്ള റിക്വസ്റ്റ്. അപ്പോൾ അങ്ങനെ SMBC ബാങ്കിന്റെ സൈഡിൽ വന്ന റിക്വസ്റ്റ് റിസർവ് ബാങ്ക് ഓൾറെഡി അപ്രൂവ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ 25% ഇൻവെസ്റ്റ്മെന്റ് യെസ് ബാങ്കിലേക്ക് വരികയാണ്. യെസ് ബാങ്കിന്റെ ഷെയർ ജപ്പാൻ സ്വന്തമാക്കുകയാണ്. അതായത് 13,480 കോടി ഇന്ത്യൻ റുപ്പി. 13,480 കോടി ഇന്ത്യൻ റുപ്പി. ഇത് ഏതാണ്ട് $1.58 മില്യൺ വരും. ഇനി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ പ്രോജക്റ്റ് ഓൾറെഡി ഓൺ ഗോയിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോജക്റ്റ് ഓൺ ഗോയിങ്. ഇത് സപ്പോർട്ട് ത്രൂ JICA എന്ന് പറഞ്ഞ് ജപ്പാന്റെ ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ഒരു പ്രോജക്റ്റ് നടക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധേയമായിട്ട് നോക്കി കാണേണ്ടത്, ഇവർ ഡൽഹി മെട്രോയ്ക്കൊക്കെ ഇതേപോലെ കോൺട്രിബ്യൂഷൻ ചെയ്ത വ്യക്തികളാണ്. ഡൽഹി മെട്രോയ്ക്ക് അത്രമാത്രം ലോങ് റിലേഷൻഷിപ്പ് ഉണ്ട്. അത് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇരുന്നൊരു താരിഫ് ഇട്ടതുകൊണ്ട് ആ ബന്ധം അങ്ങനെ ഇല്ലാതെ പോകത്തില്ല. അതായത് ലോ ഇൻട്രസ്റ്റ് ODA എന്ന് പറഞ്ഞൊരു ടേമിലാണ് ആ ഇൻവെസ്റ്റ്മെന്റ് ജപ്പാൻ ഇന്ത്യക്കുള്ളിൽ നടത്തിയിരിക്കുന്നത്. അതായത് വളരെ ലോ ഇൻട്രസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ജപ്പാന്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, പക്ഷെ അവിടെ ജനസംഖ്യ വളരെ കുറവാണ്. എല്ലാം തന്നെ ഏജ്ഡ് ആയ ആൾക്കാരാണ്. ഇപ്പൊ ജപ്പാൻ കഴിഞ്ഞ ഒരു 2-3 വർഷത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 25,000 ഇന്ത്യൻ യങ്സ്റ്റേഴ്സിന് അവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. അവരിനി വരുന്ന ഒരു 2-3 വർഷം കൊണ്ട് 50,000 ഇന്ത്യൻസിനെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് സ്കില്ലുള്ള ആൾക്കാരെ അവർ ഹയർ ചെയ്യും, അവർ ജോലി കൊടുക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ ചെറിയ ചില വിഷയങ്ങളൊക്കെ വരും. ചില സമയത്ത് ഇന്ത്യക്കാർക്കെതിരെ ചില പ്രൊട്ടസ്റ്റ്, അതൊക്കെ ഒറ്റപ്പെട്ട വിഷയങ്ങളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ 25,000 എംപ്ലോയീസിനെയും ജപ്പാൻ ഇന്ത്യയിലോട്ട് തിരിച്ചയച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. അതൊക്കെ ചില മാധ്യമ പ്രൊപ്പഗണ്ടയാണ്, ചെറിയ വിഷയങ്ങളെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുക എന്നുള്ളത്. ഡൽഹി മെട്രോയ്ക്ക് 54% ജപ്പാനാണ് ഫണ്ട് ചെയ്തത്, 54%. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് $10 ബില്യൺ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണത്. ഇനിയിപ്പോൾ ടെക്നോളജി ഇന്നോവേഷനിൽ നമ്മൾ ജപ്പാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. AI ജപ്പാന് ഭയങ്കര താല്പര്യമുണ്ട്. അതുപോലെ തന്നെ IT സെക്ടറിലും വളരെയധികം താല്പര്യമുണ്ട് ജപ്പാൻ. അതിൽ സെമി കണ്ടക്ടറിൽ R&D വർക്ക്, റിസർച്ച് ലാബ് സെറ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ വെറുതെ ഇരിക്കുന്നില്ല. അവർ ഓൾറെഡി തന്നെ സെമി കണ്ടക്ടർ മേഖലയിൽ അവരുടെ പ്രസൻസ് ഇന്ത്യക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഫെസിലിറ്റീസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ നോയിഡ ആൻഡ് ബംഗളൂരു ടു ബൂസ്റ്റ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി. ജപ്പാനിലെ അഡ്വർടൈസിംഗ് ജൈന്റ് ആണ് ഇത്, ഡെൻസു ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡ്വർടൈസ്മെന്റ് കമ്പനി എന്ന് വെച്ചാൽ പ്രൊമോഷനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് അവർ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കുള്ളിൽ ഏതൊക്കെ പ്രോജക്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം തന്നെ ഈ കമ്പനി പ്രൊമോട്ട് ചെയ്യും. ഈ പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്ത്യക്കുള്ളിലല്ല, ഇന്റർനാഷണലി ആണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിക്കോണം. ജപ്പാൻ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക മാത്രമല്ല, അവരുടെ ഫണ്ടിനെ എങ്ങനെ വളർത്തണം, അത് ഇന്ത്യ ആയാലും ജപ്പാൻ ആയാലും ലോകത്ത് എവിടെയാണെങ്കിലും അവർ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക കമ്പനികളെ സെറ്റ് ചെയ്ത് അവർ അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചറായിട്ട് അവർ ഇരുന്ന് വർക്ക് ചെയ്യാണ്, കുത്തിയിരുന്നത്. അതായത് പല എക്സിബിഷനുകളിലും ഇന്ന പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഇത്ര പ്രോജക്റ്റുകൾ ജപ്പാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അത് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും അവിടെ. അപ്പോൾ വരുന്ന ആൾക്കാരെ ഇംപ്രസ് ചെയ്യിപ്പിക്കും. അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിലെ കോൺട്രാക്റ്റും സ്വന്തമാക്കും. ടാറ്റ പവർ DDL-ഉം ജപ്പാന്റെ നിസാൻ ഇലക്ട്രിക്, ഈ 2 കമ്പനികളും ചേർന്ന് മൈക്രോ സബ്സ്റ്റേഷൻ, അതായത് PVT എന്ന് പറയും, പവർ വോൾട്ടേജ് ട്രാൻസ്ഫോമർ, ലോ വോൾട്ടേജ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു ലോ വോൾട്ടേജ് ഉണ്ടാവും, ബൾബൊക്കെ ഡിം ആകുന്ന ഒരു ഫീലൊക്കെ ഉണ്ടാവും. കുറച്ച് പഴയ ആൾക്കാർക്ക് ഇത് മനസ്സിലാവുമായിരിക്കും.
ഒരു 6 മണി ആകുമ്പോഴത്തേക്കും നമ്മളുടെ ബൾബ് ഇച്ചിരി ഡിം ആവും. അങ്ങനത്തെ ഒരു പവർ ഷോർട്ടേജ് ഉള്ള ഒരു ടൈം ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ ഉള്ളിൽ. അതുപോലത്തെ അവസ്ഥയുള്ള പല സ്ഥലങ്ങളും നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ട്രാൻസ്ഫോമർ വെച്ച് കഴിഞ്ഞാൽ ഈ പവർ വോൾട്ടേജ് ഇങ്ങനെ ഈ വോൾട്ടേജ് ഷോർട്ടേജിനുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണത്. അത് ഡൽഹിയിലാണ് അവരത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത്. ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ളിൽ അവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ചർച്ചകൾ ഈ ടാറ്റ കമ്പനിയുമായിട്ടും നിസാൻ ഇലക്ട്രിക് എന്ന് പറഞ്ഞ കമ്പനി, 2 കമ്പനികളും കൂടെ ചേർന്ന് അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്ഥാപിക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണ്. അങ്ങനെ എനർജി മേഖലയിലൊക്കെ 700 മില്യൻ്റെ പ്രോജക്റ്റൊക്കെ ലൈം ലൈറ്റിലുണ്ട്. ഇതൊക്കെ തന്നെയാണ് ജപ്പാനുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈപ്പ് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതിലുപരി ഒരുപാട് കാര്യങ്ങളുണ്ട് ജപ്പാനെ കുറിച്ച് പറയാൻ. പക്ഷെ ഞാനിപ്പോൾ ഇതിനകത്ത് എല്ലാം കൂടി നമുക്ക് ഇത് ഉൾപ്പെടുത്താൻ കഴിയില്ല. അതായത് ജപ്പാന്റെ ടെക്കഡ ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞ കമ്പനി അവർ ഇന്ത്യക്കുള്ളിൽ ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുംബൈ ആൻഡ് ബംഗളൂരു. അതുപോലെ തന്നെ അവർ ഇന്ത്യക്കുള്ളിൽ വർക്ക് ഫോഴ്സിനെ ഹയർ ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് ജപ്പാനിലുള്ള ചില പ്രത്യേക ടെക്നീഷ്യൻസിനെ അവർ കൊണ്ടുവരാൻ താല്പര്യമുണ്ട്. ഇന്ത്യക്കുള്ളിൽ ഇപ്പോൾ ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി നിലവിൽ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 500 മുതൽ 700 പേർക്ക് ജോലി കൊടുക്കാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ജപ്പാനുമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജപ്പാൻ ഇന്ത്യ റിലേഷൻഷിപ്പ് വേറൊരു തലത്തിലുള്ള റിലേഷൻഷിപ്പാണ്. അതിനെ നമ്മൾ അമേരിക്കയുടെ താൽക്കാലിക താരിഫുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂട്ടിക്കെട്ടേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ വിഷയം നമ്മൾ പറയാമെന്ന് വെച്ചാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം വേറെ ഒന്നുമില്ല. കാരണം ചില റോങ് ഇൻ്റർപ്രിട്ടേഷൻസ്, ചിലർ തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട്. ആ തെറ്റിദ്ധാരണകൾ മാറ്റണം. കാരണം എല്ലാ രാജ്യങ്ങളെയും അമേരിക്കയാണ് ഇടപെടുന്നത്. നമ്മൾ ജപ്പാനിൽ പോയാലും പറയുന്നുണ്ട് അമേരിക്ക ജപ്പാനെ കൊണ്ട് ഇന്ത്യയെ വിളിച്ച് സംസാരിപ്പിക്കുന്നു പറയും. നമ്മൾ നേപ്പാളിൽ പോയി കഴിഞ്ഞാൽ പറയും അമേരിക്ക നേപ്പാളിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇന്ത്യയെ വിളിച്ച് വരുത്തി സംസാരിപ്പിക്കുന്നു. അതായത് നേപ്പാളിൽ വരെ നമ്മളെ കൊണ്ട് തരം താഴ്ത്തും. അതാണ് ചില ആൾക്കാരുടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 29-ാം തീയതി ജപ്പാനിലും 31 സെപ്റ്റംബർ ഈ 2 ദിവസങ്ങൾ ചൈനയിലുമാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ സന്ദർശനം നടത്തുക. അപ്പോൾ ഈ ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇത് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമേ അല്ല. നമ്മൾ അമേരിക്കയ്ക്ക് എതിരെ എടുക്കുന്ന നടപടിയാണ്, അല്ലാതെ അമേരിക്കയുടെ കാല് പിടിക്കാൻ പോകുന്ന ഏർപ്പാടല്ല. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ പങ്കുവച്ച ഈ ഇൻഫർമേഷൻസ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ റിസർച്ച് ചെയ്ത് എടുത്ത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഇൻഫർമേഷൻസ് ആണ്. ഇതെല്ലാം തന്നെ നിങ്ങൾ പബ്ലിക് ഡൊമൈനിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതിലെവിടെയും ഒരു വാർത്ത പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഇന്ത്യ അമേരിക്കയുമായിട്ട് മീഡിയേഷൻ ചെയ്യാൻ ജപ്പാനെ വിളിക്കുന്നു എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു വാർത്തയില്ല, അത് ഫേക്കാണ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.